പ്രിയപ്പെട്ടവരെ, നന്നായിരിക്കുന്നുവോ? നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും നന്നായിരിക്കുന്നോ? നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടോ? ആഹ്ലാദമുണ്ടോ? വീട്ടിലെന്താണ് നടക്കുന്നത്? കുടുംബത്തിലെന്താണ് നടക്കുന്നത്? അത് ശ്രദ്ധയോടെ നോക്കി കാണുന്നുണ്ടോ? അതോ നിങ്ങളെപ്പറ്റി മാത്രമാണോ ചിന്തിക്കുന്നത്? ദൈവം നിങ്ങളെപ്പറ്റി മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും നോക്കും. കാരണം നീ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നില്ലേ? അപ്പോൾ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കുടുംബത്തിന് രക്ഷ, കുടുംബത്തിൽ ആഹ്ലാദം. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ദൈവം കരുതലായിരിക്കുന്നു. ഈ ദിവസം ഏതാണെന്നറിയാമോ? വേൾഡ് ഫാമിലി ഡേ, ലോക കുടുംബ ദിനം. കുടുംബത്തിനു വേണ്ടിയൊരു പ്രത്യേക ദിവസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആരും ഒറ്റപ്പെട്ടവരല്ല, എല്ലാവരും ഒരു കുടുംബമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകും. മാതാപിതാക്കളുണ്ടായിരിക്കാം, ചിലരുടെ അമ്മയോ അച്ഛനോ മരിച്ചിട്ടുണ്ട് എങ്കിലും സഹോദരീ സഹോദരന്മാരുണ്ടാകാം, ചില ബന്ധുക്കളുണ്ടാകാം. ചിലപ്പോൾ അങ്ങനെ ആരുമില്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടാകും. കുടുംബം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് യേശു ചെയ്ത ഒന്നാമത്തെ അത്ഭുതം എന്തായിരുന്നു? ഒരു കല്യാണ വീട്ടിലാണ് യേശു അത്ഭുതം ചെയ്ത് അത്ഭുതങ്ങൾ ആരംഭിച്ചത്. ഇങ്ങനെയുള്ള കുടുംബത്തെക്കുറിച്ച് ദൈവം വാക്ക് തന്നിരിക്കുന്നു. 22-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ, ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. യഹോവ അബ്രഹാമിനെ വിളിച്ചപ്പോൾ, ഞാൻ നിന്റെ സന്തതിയെ ആശീർവദിക്കുമെന്ന് പറഞ്ഞു. ഒരു സന്തതി. യഹോവ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അയാളുടെ സന്തതിക്കു മുഴുവനുമായിട്ടുള്ളതാണ്. തലമുറകൾക്കായുള്ള അനുഗ്രഹം. അതാണ് ഇന്ന് ഇസ്രായേലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം അന്ന് അബ്രഹാമിന് വാക്കു കൊടുത്തതുപോലെ ഇന്നും ആ സന്തതിയെ, അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രായേൽ ജനങ്ങളെ ജയിപ്പിച്ച് ആശീർവദിച്ച് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനാകും. നിങ്ങളുടെ സന്തതിയെയും ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ യേശുക്രിസ്തുവിന്റെ സന്തതി എന്ന് നാം അറിയപ്പെടുന്നു. ഒരാൾ യേശുവിങ്കലേക്ക് വരുമ്പോൾ ആ കുടുംബം മുഴുവനും യേശുവിങ്കലേക്ക് വരുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും ആശീർവദിക്കപ്പെടണം എന്ന് യഹോവ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇനിയും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ വാഗ്ദത്തത്തെ ഏറ്റുപറഞ്ഞ്, ഇത് ഞങ്ങളുടെ സന്തതിയാണ്, യേശുക്രിസ്തുവിന്റെ സന്തതിയാണ്, എന്റെ കുടുംബത്തെ മുഴുവനും തലമുറയായി അനുഗ്രഹിക്കുമെന്ന് വാക്ക് തന്നിരിക്കുന്നു. എന്റെ കുടുംബത്തെയും അങ്ങയെ ഏൽപ്പിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരെയും യഹോവയുടെ ജനമാക്കണം, ഞങ്ങളുടെ സന്തതി യേശുക്രിസ്തുവിന്റെ സന്തതിയാക്കണം എന്ന് പ്രാർത്ഥിക്കൂ. യഹോവ അത് നിറവേറ്റിത്തരും. ചിലര് പറയാറുണ്ട്, ഞാൻ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്, എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണം, എന്റെ മക്കളും പേരക്കുട്ടികളും. നീ നിന്റെ മക്കളുടെ മക്കളെ കാണും എന്ന് പറയാറില്ലേ? സന്തതിയായി ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം പ്രവർത്തിക്കും. അല്ല, എന്റെ പേരക്കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, സെൽഫോണിൽ തന്നെ കളിച്ചോണ്ടിരിക്കുകയാണ്, യഹോവയെ അന്വേഷിക്കുന്നില്ല, ദൈവമുണ്ടോ എന്ന് വരെ ചോദിക്കുന്നു എന്ന് നിരാശപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ നിരാശപ്പെടേണ്ട. അവരെ എപ്പോൾ സമീപിക്കണം, എങ്ങനെ സമീപിക്കണമെന്ന് ദൈവത്തിനറിയാം. നിങ്ങൾ വചനത്തെ വിശ്വസിച്ച്, എന്റെ സന്തതി അങ്ങേക്ക് സ്വന്തമാണ്, ഞങ്ങൾ യഹോവയുടെ സന്തതി, ഞാനും എന്റെ കുടുംബവും രക്ഷിക്കപ്പെടും, അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അവരുടെ പേര് പറയൂ, ദൈവത്തോട് പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ. എല്ലാവരും രക്ഷിക്കപ്പെട്ട് നിങ്ങളുടെ കുടുംബം മുഴുവനും ദൈവത്തിന്റെ മക്കളായി മാറും. സന്തതിയായി ക്രിസ്തുവിന്റെ സന്തതിയായി കാണപ്പെടും. അതാണ് വലിയ മഹത്വവും സന്തോഷവും, ശരിയല്ലേ? ഇപ്പോൾ പ്രാർത്ഥിക്കാമോ? ദൈവമേ, എന്നെ രക്ഷിച്ച് അങ്ങയുടെ സന്തതിയാക്കിയല്ലോ. എന്റെ കുടുംബം അങ്ങയുടെ സന്തതി, ക്രിസ്തുവിന്റെ സന്തതിയായി മാറിയിരിക്കുന്നു. തലമുറകളായി, സന്തതിയായി ഞാൻ അങ്ങയുടെ മക്കളായി ജീവിക്കുവാനായി എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടണം. യേശുവിനെ അറിയണം, യേശുവിനെ പിന്തുടരണം. ഞങ്ങൾ യേശുവിന്റെ സന്തതിയെന്ന ഒരു ജീവിതം നയിക്കണം. ഈ അനുഗ്രഹം എന്റെ സന്തതിക്കുണ്ടാകട്ടെ. ഈ ആശീർവാദങ്ങളെല്ലാം തലമുറയായി തുടരട്ടെ. ഇങ്ങനെ സന്തതിയെ അങ്ങ് ആശീർവദിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ